മലപ്പുറം ദേശീയ പാത 66 തകർന്നതിനെ തുടർന്ന് ഒടുവിൽ ഗത്യന്തരമില്ലാതെ നടപടിയെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. ആദ്യഘട്ടത്തിൽ ഈ ദേശീയപാത തകർന്നതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും സംസ്ഥാനത്തിൻ്റെ തലയിൽ വെക്കാൻ ചില കോണുകൾ നീക്കം നടത്തിയിരുന്നു. ഇതൊക്കെ പൊളിയുകയാണ്. കാരണം കരാറടക്കം എല്ലാ കാര്യങ്ങളിലുമുള്ള പൂർണ്ണ ചുമതലയും ഉത്തരവാദിത്വവും കേന്ദ്ര സർക്കാരിനാണ്, അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിക്കാണ്. ഇവിടെ സംസ്ഥാനത്തിന് ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വേണ്ട സഹായങ്ങളാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ബാക്കി കരാറുകാരെ നിയമിക്കുന്നതും ഉള്ള ചുമതലകളുടെ എല്ലാ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്, ദേശീയപാത അതോറിറ്റിക്കാണ്. എന്നിരിക്കെയാണ് സംസ്ഥാനത്തിനെതിരെ ചില കുൽസിത ശ്രമങ്ങൾ നടന്നത്. അതൊക്കെ ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. ഒടുവിൽ ഇതാ ഗത്യന്തരമില്ലാതെ കരാറുകാർക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തിരിക്കുന്നു. കരാറുകാരന് കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തി. KNR കൺസ്ട്രക്ഷനെയാണ് ഡീബാർ ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം തുടർ കരാറുകളിൽ പങ്കെടുക്കാൻ ഈ കമ്പനിക്കാകില്ല. ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റേതാണ് നടപടി. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഈ 534 കിലോമീറ്ററിലധികം വരുന്ന ദേശീയപാതയാണ്. അതിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഉണ്ടായത്. എങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്വവും ചുമതലയും കേന്ദ്രത്തിനാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ കേന്ദ്രത്തിൻ്റെ ഈ നടപടി. ഗത്യന്തരമില്ലാതെ കരാറുകാർക്കെതിരെ, അതായത് കേന്ദ്ര സർക്കാർ ദേശീയപാത അതോറിറ്റി ഏർപ്പെടുത്തിയ കരാറുകാർക്കെതിരെ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു, അല്ലേ? അജിംഷാദ്, തീർച്ചയായും മലപ്പുറം ജില്ലയിലെ കൂരിയാടിലും അതോടൊപ്പം തൃശ്ശൂരിലെ ചവറ മേഖലയിലും മറ്റു മേഖലകളിലും ഉണ്ടായിട്ടുള്ള ഈ ദേശീയപാതയിലെ വിള്ളൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയിരുന്നു. പ്രധാനമായും ദേശീയപാത അതോറിറ്റിയെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനെതിരെയും ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി തീരുമാനിക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങൾ മുതൽ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ കൺസ്ട്രക്ഷൻ നടത്തുന്ന കമ്പനി, അതായത് ഈ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കമ്പനിയായിട്ടുള്ള KNR കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ കമ്പനിയെ പൂർണ്ണമായും ഡീബാർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം കൺസൾട്ടേഷൻ കമ്പനിയായിട്ടുള്ള ഹൈവേ കമ്പനിയെയും, അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ നടങ്ങുന്ന ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെയും ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഭാവിയിൽ ഈ രണ്ട് കമ്പനികൾക്കും രാജ്യത്തുടനീളം നടക്കുന്ന ഏതെങ്കിലും കരാറുകളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ ഏർപ്പെടാനോ ആകില്ല എന്നുള്ളതാണ് ഈ ഡീബാറിലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെയും കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിനെതിരെയും ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഗത്യന്തരമില്ലാതെ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ സംസ്ഥാനത്തിൻ്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ദേശീയ പാത നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കലും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഈ TPR തയ്യാറാക്കുന്നതും മറ്റു മേഖലകളിൽ ഉണ്ടായിട്ടുള്ള തുടർ നടപടികളൊക്കെ തന്നെയും ദേശീയപാത അതോറിറ്റിയുടെയും അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെയും മാത്രം ചുമതലയിൽ എന്നുള്ളതായിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ കൂരിയാടിലെ വ്യാപകമായിട്ടുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമാണ്. അതേസമയം കണ്ണൂരിലും കാസർഗോഡിലും തൃശ്ശൂരിലും വിവിധ മേഖലകൾ സമാനമായിട്ടുള്ള മണ്ണിടിച്ചിലും മറ്റു അപകടങ്ങളും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു മേഖലകളിലും എന്ത് തുടർ നടപടികളാണ് ഉണ്ടാകുക എന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. പ്രത്യേകിച്ചും 77 കിലോമീറ്ററോളം വരുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലകളിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ സന്ദർശിച്ചിട്ടുള്ള സംഘത്തിൻ്റെ, അതായത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം ഈ കൂരിയാട് മേഖലയിൽ ഒരു പാട
പാടശേഖരത്താണ് പ്രധാനമായും ഇത്തരത്തിൽ റോഡ് തകരുകയും വിള്ളലുണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഈ മേഖലയിൽ കൃത്യമായിട്ടുള്ളൊരു പരിസ്ഥിതി ആഘാത പഠനം നടത്താൻ KNR കൺസ്ട്രക്ഷൻ കമ്പനിക്കും അതോടൊപ്പം ദേശീയപാത അതോറിറ്റിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നൊരു പ്രാഥമിക റിപ്പോർട്ട് കൂടി കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ സന്ദർശനം നടത്തിയിട്ടുള്ള സംഘം, അതായത് സമിതി, ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നടപടി എന്ന നിലക്ക് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഈ രണ്ട് കമ്പനികൾക്കും ഡീബാറേഷൻ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ മേഖലയിൽ തുടർ നടപടികൾ, അതായത് ഇനി എങ്ങനെയാണ് ഈ മേഖല തീർച്ചയായും അബ്ദുൾ റഷീദ് തുടരൂ.